പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. ദൈവമേ, അങ്ങൻ്റെ ദൈവം. അതികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങിയവരുടെ ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം അങ്ങേയ്ക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങേ നോക്കിയിരിക്കുന്നു. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധിക വാത്സല്യമായി സ്നേഹിച്ച് തിരുകൃപയാൽ ഞങ്ങളെ ഓരോ നാളും കാത്തു പരിപാലിച്ച് വഴി നടത്തുന്ന സർവശക്തനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല പ്രഭാതവേളയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ള കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനും അവിടുത്തെ ദിവ്യ മഹത്വം ദർശിപ്പാൻ ഈ പ്രഭാതവേളയിൽ ദൈവത്തിന്റെ ആത്മാവെ അവിടുന്ന് തിരുകൃപയാൽ ഞങ്ങളെ സഹായിച്ചു അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു, അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവെ, അവിടുത്തെ ധാരാളം കർത്താവെ നന്മകൾ അനുഭവിച്ച ഞങ്ങൾക്ക് കർത്താവെ അനുദിനവും അങ്ങേ സേവിപ്പാനും മഹത്വപ്പെടുത്തുവാനുള്ള കൃപ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ മേൽ പകരപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്തൃദിവസത്തിന്റെ പ്രഭാതത്തിലെ ആരാധന മധ്യേ അവിടുത്തെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവെ അവിടുത്തെ കൃപ പകർന്നു കർത്താവെ ദൈവ സാന്നിധ്യത്തോടും ഭക്തിയോടും അങ്ങ് ആരാധിച്ചു മഹത്വപ്പെടുത്തുവാൻ തിരുകൃപയാൽ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമീൻ. ദൈവ നാമ മഹത്വത്തിനും സ്തുതിക്കുമായി പാട്ടുപുസ്തകത്തിലെ 37-ാമത്തെ ഗീതം സ്തുതി തിങ്ങിയ പരമണ്ഡല സുവിശേഷക നാമം എന്നാരംഭിക്കുന്ന 37-ാം ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് ആലപിക്കാം. സ്തുതി തിങ്ങിയ പരമണ്ഡല സുവിശേഷക നാമം ശുഭമംഗലമാതി സംഭ്രമ സുഖശോഭന ക്ഷേമം ശുഭമംഗലമാതി സംഭ്രമ സുഖശോഭന ക്ഷേമം കരുണാകര തിരുമാർവിനു വരഭൂഷണദേവൻ ധരണി ഉയിരരുളും നരജീവൻ ധരണി ഉയിരരുളും നരജീവൻ അതിസുന്ദര ശുഭശോഭന മഹിമാമുടി ചൂടൻ ക്ഷിതിമണ്ഡല ദുരിതം പ്രതിവനമുൾമുടി ചൂടൻ ക്ഷിതിമണ്ഡല ദുരിതം പ്രതിവനമുൾമുടി ചൂടൻ ഭുവനങ്ങളെ ഞോടിക്കൊണ്ടുള്ളവരുളും ബലമുടയോ ഭുവനെ തല അടവാൻ ഇടക്കിടയാതവനായോ ഭുവനെ തല അടവാൻ ഇടക്കിടയാതവനായോ പരിശുദ്ധത കൃപ സത്യ സുഭാഗ്യ ദിവിമൂലം മരണത്തിനു വിധിപ്പെട്ടവനുയിരേകിയ കോലം മരണത്തിനു വിധിപ്പെട്ടവനുയിരേകിയ കോലം പുണ്യമാനുഷദൂതരോടു പുകഴ്ത്തും ഉന്നത വാഹനൻ പുണ്യഹീനരുഷന്ന പാടി ഗമിച്ച ഗർഭവാഹനൻ പുണ്യഹീനരുഷന്ന പാടി ഗമിച്ച ഗർഭവാഹനൻ ബലിപൂജകളാഹിലങ്ങടെ പ്രതിരൂപൻ കലുഷം നരനൊഴിവാ നരബലിമാർദ്യ സ്വരൂപൻ കലുഷം നരനൊഴിവാ നരബലി
നിത്യസ്വരൂപൻ. ആരാധനക്രമം 5-ാം പുറം സ്തുതിലിത്താനികളിൽ 3-ാം ഭാഗം നമുക്ക് പ്രാർത്ഥനയുടെ ക്രമമായി ഉപയോഗിക്കാം. ആരാധനക്രമം 5-ാം പുറം സ്തുതിലിത്താനികളിൽ 3-ാം ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനം ഇവിടെ വെച്ച് നൽകുവാൻ നമ്മുടെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമന്തുകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമം അണഞ്ഞു ചെന്നു നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധി നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടുകൂടെ മുട്ടുകുത്തി ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയിൽ കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒരുക്കത്തോടും ഭക്തിയോടും വിനയത്തോടും നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അനുതാപ ഹൃദയത്തോടുകൂടെ കർത്താവിന്റെ മുഖം അന്വേഷിക്കാം. കാൽവരിയിൽ നമ്മുടെ പാപങ്ങൾക്കായി യാഗമായി തീർന്ന ക്രിസ്തുനാഥന്റെ മുഖത്തെ നമുക്ക് ദർശിക്കാം. നമ്മുടെ സകല പാപങ്ങളെയും ക്ഷമിക്കുന്ന തന്റെ വാക്കുകൾ, തന്റെ ദിവ്യമായ ദൃഷ്ടി, നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്ന നിർദോഷകരമായ ആ രക്തം, ആ തിരുരക്തത്താൽ നാം കഴുകപ്പെട്ട വിശുദ്ധിയുള്ളവരായി തീരുവാൻ വിശുദ്ധനായവന്റെ പ്രതിമ ധരിച്ചുകൊണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീരുവാൻ നമ്മെ തന്നെ ഏറ്റവും വിനയത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കാം. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമാണല്ലോ. ഈ മാസത്തിന്റെ 3-ാമത്തെ ഞായറാഴ്ചയിൽ ദൈവത്തെ ആരാധിപ്പാനായി കടന്നു വന്നിരിക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പോയിട്ടുള്ള എല്ലാ പിഴവുകളെയും കുറവുകളെയും ഏറ്റവും വിനയത്തോടെ താഴ്മയോടെ ദൈവമുമ്പാകെ ഒരു നിമിഷം മൗനമായി നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മനഃപൂർവമായ മാനസാന്തരത്തോടും പശ്ചാത്താപത്തോടും നാം ദൈവത്തെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ 10-ാം പുറത്തിൽ കാണുന്ന സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ എന്ന അനുതാപ പ്രാർത്ഥന ഏറ്റവും വിനയത്തോടെ അതിന്റെ അർത്ഥം ഉണർന്നുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം, പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുൻപാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരുദ്ധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു.
അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുൻപാകെ അറപ്പും വെറുപ്പുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഞങ്ങൾ അവിടത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോളം എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവ നിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവെ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സകല മലിനതകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന്റെ വെളിച്ചമായി ശോഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോടെ എതിരേൽപ്പാനും അവിടുത്തെ രാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ആവശ്യഭാരങ്ങളെ നമ്മുടെ ദൈവത്തോട് പറയാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അരുമനാഥനായ യേശു ക്രിസ്തു സകലരെയും ദൈവത്തിന്റെ അടുക്കലേക്ക് ക്ഷണിക്കുന്ന ഒരു വലിയ ക്ഷണത്തെയാണ് ആ തിരുവാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ വിളിയെ പരിപൂർണമായ ബോധ്യത്തോടെ തിരിച്ചറിവോടുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരാം. നമ്മുടെ ഭാരം, നമ്മുടെ വിഷമസന്ധികൾ, നമ്മുടെ വേദനകൾ ദൈവവും ഭാഗം നമുക്ക് ഇറക്കി വയ്ക്കാം. കർത്താവ് പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറ്റുവാൻ എനിക്ക് കഴിയും. തിരുവചനം പറയുന്നു, ഒരു വാക്കുമതി നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുവാൻ. കർത്താവിന്റെ ഒരു വാക്കിന് ശക്തിയുണ്ട്. ദൈവവചനത്തിന് എന്നും ശക്തിയുണ്ട്. നമ്മുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുവാൻ, അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കർത്താവിന് സാധിക്കും. ആ ദൈവവും ഭാഗെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു വാക്കുമതി എൻ ജീവിതം മാറിയിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ, ഒരു വാക്കുമതി എൻ ജീവിതം മാറിയിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ, പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ, പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മരിച്ചവനെ
മരിച്ചവരെ ഉയർപ്പിച്ചതാം രോഗികളെ വിടുവിച്ചതാം കൊടുങ്കാറ്റിനെ അടക്കിയതാം നിന്റെ ഒരു വാക്കുമതി എനിക്ക് മരിച്ചവരെ ഉയർപ്പിച്ചതാം രോഗികളെ വിടുവിച്ചതാം കൊടുങ്കാറ്റിനെ അടക്കിയതാം നിന്റെ ഒരു വാക്കുമതി എനിക്ക് യേശുവേ പ്രിയനേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക് യേശുവേ പ്രിയനേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക് എന്റെ അവസ്ഥകൾ മാറിയിടുവാൻ എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കുമതി എനിക്ക് എന്റെ അവസ്ഥകൾ മാറിയിടുവാൻ എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കുമതി എനിക്ക് യേശുവേ പ്രിയനേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക് യേശുവേ പ്രിയനേ നിന്റെ ഒരു കേൾപ്പിക്കണേ മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക് മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക് സ്തുതികളുടെ മധ്യവാസമായിരിക്കുന്ന സർവശക്തനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളെ കർത്താവെ അനുദിനവും കാത്തുപരിപാലിക്കുന്ന സർവശക്തന്റെ സന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, ഇന്നയോളം ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ, വഴി നടത്തിയല്ലോ കർത്താവെ. അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാൻ, അവിടുത്തെ നന്മ അനുഭവിക്കുവാൻ കർത്താവെ, അപ്രകാരമുള്ളൊരു ഭാഗ്യം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി കർത്താവെ. ഇന്നയോളം കർത്താവെ അവിടെ നടത്തിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം 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 ചെയ്യുന്നു കർത്താവെ. കഴിഞ്ഞ ഒരാഴ്ച കാലം നാഥ അവിടുത്തെ സ്നേഹം കർത്താവെ അനുഭവിക്കുവാൻ ലഭ്യമായ ഭാഗ്യത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ആപത്തനർത്ഥങ്ങൾ, രോഗപ്രയാസങ്ങൾ കർത്താവെ, പ്രതിസന്ധികളുടെ നടുവിലൊക്കെ കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ കർത്താവെ, അങ്ങേ സ്നേഹിപ്പാനുള്ള കർത്താവെ വരം ദൈവം നൽകി കർത്താവെ. കൃപയാൽ ഞങ്ങൾ നടത്തുന്നതോർത്ത് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കർത്താവ് ഞങ്ങളെ കർത്താവെ കണ്ടിരുന്നു, വിളിച്ചിരുന്നു. ആമേൻ കർത്താവെ, പേർ ചൊല്ലി വിളിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ശേഷം നാഥ ഞങ്ങൾ ജനിപ്പിക്കപ്പെട്ട
നാൾ തുടങ്ങി ഈ നാൾ വരെയും കർത്താവ് അങ്ങ് നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. യേശുവേ, എത്രയോ എത്രയോ പ്രതിസന്ധികളുടെ നടുവിലൂടെ കർത്താവ് അവിടുത്തെ സ്നേഹം അനുഭവിപ്പാൻ, അവിടുത്തെ കർത്താവ് നന്മ അനുഭവിക്കുവാൻ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ദിവ്യമായ സാന്നിധ്യം കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് നന്മ പകർന്നു നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ പ്രഭാത വേളയിലപ്പ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് പകരണമേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യം, ദൈവ കൃപ എല്ലാ നിലകളിലും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയപ്പൻ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടുത്തെ കൃപയല്ലാതെ ഒന്നുമില്ല, അവിടുത്തെ ശക്തിയല്ലാതെ ഒന്നുമില്ല കർത്താവ്. അവിടുത്തെ മനോഹരമായ കർത്താവ് വഴി നിർത്തുതൽ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിൽ നൽകി കർത്താവ്. യേശുവേ, ആമീൻ കർത്താവ്. അവിടുത്തെ സ്നേഹം അതിലൂടെ പ്രദർശിപ്പിച്ച് കർത്താവ് അങ്ങ് നടത്തിയല്ലോ. സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ജീവനുള്ളവരുടെ ദേശത്ത് അങ്ങ് ഞങ്ങളുടെ നല്ല പങ്കായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ ലോകമല്ല കർത്താവ്, ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികളല്ലല്ലോ ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് കർത്താവ്. ക്രിസ്തേശു ഞങ്ങൾക്കായി ക്രൂശിലൂടെ യാഗമായി ചിന്തിയ ആ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി കർത്താവ്, സകല പാപങ്ങളും പോക്കി കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ ലോകം ഞങ്ങളെ ഉപേക്ഷിച്ചാലും, ഈ ലോകം ഞങ്ങളെ തള്ളിയാലും കർത്താവ് ഞങ്ങളെ കരം പിടിച്ചുയർത്തുന്ന, ആമീൻ, ഞങ്ങളെ വഴി നടത്തുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ടല്ലോ കർത്താവ്. ആ ദൈവത്തെ ദൈവത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു കർത്താവ്. യേശുവേ, അങ്ങയ്ക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ കർത്താവ്. അങ്ങയ്ക്ക് സകലവും സാധ്യമാണല്ലോ കർത്താവ്. ജീവിതത്തിൽ ഞങ്ങൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും കർത്താവ് ഞങ്ങൾ കാണുന്ന ദൈവിക സാന്നിധ്യമുണ്ട് കർത്താവ്. ദൈവം നൽകുന്ന ആശ്വാസമുണ്ട് കർത്താവ്. അങ്ങ് നൽകുന്ന ദിവ്യ ദർശനങ്ങളുണ്ട് കർത്താവ്. അത് മാത്രം കർത്താവ് ഞങ്ങൾ നോക്കിക്കൊണ്ട് കർത്താവ് ക്രിസ്തേശുവിനെ ഞങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കർത്താവ് ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു കർത്താവ്. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് മതി കർത്താവ്. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് മതി കർത്താവ്. അങ്ങ് നൽകുന്ന സന്തോഷം ഞങ്ങൾക്ക് മതി കർത്താവ്. ആമീൻ കർത്താവ്. അനുദിനവും അവിടുത്തെ പാദപിടത്തിൽ കർത്താവ് തിരുവചനങ്ങളെ മനനം ചെയ്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് കർത്താവ് എന്റെ യേശുവാകുന്നു ഈ ലോകത്തിന്റെ രക്ഷകനെന്ന് ഏറ്റുപറയുവാൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കർത്താവ് അത് പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ദൈവമായ കർത്താവ്, ഈ മാസത്തിന്റെ 3-ാമത്തെ ഞായറാഴ്ച കാണുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചല്ലോ. സ്തോത്രം കർത്താവ്. എത്രയോ ജീവിതങ്ങൾ പൊലിഞ്ഞുപോയി കർത്താവ്, എത്രയോ ജീവിതങ്ങൾ വേർപെട്ടു പോയി കർത്താവ്, എത്രയോ സങ്കടങ്ങൾ അപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുമ്പോഴും കർത്താവ്, എന്റെ ദൈവമായ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നതിന്റെ അടയാളമാണല്ലോ കർത്താവ് ഞങ്ങൾ ജീവനോടിരിക്കുന്നത് കർത്താവ്. അതേ നാഥ, ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും കർത്താവ്, ഞങ്ങളുടെ കർത്താവ് പ്രിയപ്പെട്ടവരും കർത്താവ് ഈ പ്രപഞ്ചത്തിൽ ക്ഷേമത്തോടിരിക്കുന്നത് ദൈവത്തിന്റെ പൊന്നുകരം കർത്താവ് ഞങ്ങളെ പരിപാലിക്കുന്നത് കൊണ്ട്, ഞങ്ങളെ വഴി നടത്തുന്നത് കൊണ്ട് കർത്താവ്, ആമീൻ കർത്താവ്, ആ ദൈവിക സ്നേഹത്തോട് ഞങ്ങൾ ഇഴുകിച്ചേരുന്നു കർത്താവ്. മറ്റൊരുവനിൽ രക്ഷയില്ല. ഞങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ ആകാശ ഭൂമിക്ക് മേലെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം കർത്താവ്. ആ യേശുവിന്റെ നാമത്തിൽ സകല മുഴങ്കാലും മടങ്ങുമല്ലോ കർത്താവ്. ആമേ, അതിൽ ഞങ്ങൾക്ക് രക്ഷയുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, മാനസാന്തരമുണ്ട്, അത്ഭുതങ്ങളുണ്ട്, ദൈവത്തിന്റെ മഹത്വമുണ്ട് കർത്താവ്. ആ മഹത്വം ദർശിക്കുക ഈ പ്രഭാതവേളയിൽ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന പങ്കുചേർന്നിരിക്കുന്ന എല്ലാ അവിടുത്തെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇന്ന് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിന്റെ മക്കളുടെ നീർന്ന വേദനകൾ കർത്താവ്, ഭാരങ്ങൾ, സങ്കടങ്ങൾ കർത്താവ്, എന്ത് വിഷയത്തിനായി നിന്റെ മക്കൾക്ക് എഴുതുന്നു അപ്പ അങ്ങ് കാണുന്നുവല്ലോ കർത്താവ്. പ്രാർത്ഥിക്കുക. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടല്ലോ കർത്താവ്. ദൈവമേ, അങ്ങയോട് നിലവിളിക്കുവാനപ്പ ഞങ്ങൾക്ക് ഓരോ കാരണങ്ങളുണ്ട് കർത്താവ്. യേശുവേ, പാട്ടുകാരൻ പാടിയതുപോലെ ഞങ്ങളുടെ അവസ്ഥകൾ മാറുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മാറ്റം വരുവാനപ്പ കർത്താവിന്റെ ഒരു വാക്ക് മതി കർത്താവ്. അങ്ങയുടെ ഒരു സ്പർശനം മതി കർത്താവ്. അത്ഭുതങ്ങളെ കാണുവാൻ കഴിയുമല്ലോ കർത്താവ്. ആ സ്പർശനത്തിനായി, അങ്ങയുടെ ഒരു വാക്കിനായി ഞങ്ങൾ എഴുതുന്നു കർത്താവ്. ഞങ്ങളുടെ ജീവിതം പച്ച പിടിച്ചും പുഷ്ടി പ്രാപിച്ച് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നടത്തപ്പെടുവാൻ തക്കവണ്ണം രക്ഷകനായ യേശുവേ ഞങ്ങൾക്ക് ഉൾബലം നൽകിയപ്പ, ഞങ്ങൾക്ക് ശക്തി പകർന്ന്, ഞങ്ങൾക്ക് പ്രാപ്തി നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പൊന്നുപിതാവ്, രക്ഷകനായ യേശുവിന്റെ സാന്നിധ്യം ഞങ്ങൾ ദർശിക്കട്ടെ കർത്താവ്. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ കർത്താവ്. ഞങ്ങളുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവ് അവിടെ നിന്ന് ലഭിക്കുന്ന നന്മയുണ്ടല്ലോ കർത്താവ്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാകുന്നു കർത്താവ്. യേശുവേ, സ്തുതിക്കുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകയില്ല എന്നാണല്ലോ കർത്താവ്. എന്റെ ദൈവമായ കർത്താവ്, ആമേ കർത്താവ്, കർത്താവ് ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് എന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ അപ്പ ഈ പ്രഭാത
വേളയിൽ കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളുടെ സകല ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവ്. അസാധ്യമായതിനെ സാധ്യമാക്കണമേ അപ്പ. അത്ഭുതങ്ങളെ കാണുമാറാക്കണമേ, അതിശയങ്ങളെ കാണുമാറാക്കണമേ അപ്പ. എന്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നതോർത്ത് സ്തോത്രം സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ആമേൻ കർത്താവ്, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു അപ്പ. അവിടുത്തെ പാദത്തെ ഞങ്ങൾ ചുംബിക്കുന്ന കർത്താവ്. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പ. ഒരേ ഒരു ജീവിതം ഈ ലോകത്തിൽ കർത്താവ്. ആമേൻ കർത്താവ്, ഞങ്ങളുടെ ആത്മാവിലും സത്യത്തിലും അങ്ങ് ആരാധിച്ച് കർത്താവ്. ദൈവം ഞങ്ങൾക്ക് തുറന്നു തരുന്ന വഴികൾ കർത്താവ്, അത് വലുതായാലും ചെറുതായാലും കർത്താവ്, അത് സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവ്, യേശുവ പറഞ്ഞതുപോലെ കർത്താവ്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പാ, അങ്ങേ ഞങ്ങൾ സേവിക്കട്ടെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കട്ടെ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തട്ടെ കർത്താവ്. മഹത്വത്തിന്റെ കർത്താവ്, ആമേ രക്ഷകനായ യേശുവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവ്. ഈ പ്രഭാതത്തിലപ്പ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെ അപ്പൻ അറിയുന്നുവല്ലോ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെ ദൈവം അറിയുന്നുവല്ലോ കർത്താവ്. എന്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ അപ്പ. ആമേ, നാളെയുള്ള ദിനമുണ്ടെങ്കിൽ കർത്താവ്, നാളെ കർത്താവ് അടുത്ത ഒരു മിനിറ്റ് ഞങ്ങൾക്കായി ഉണ്ടെങ്കിൽ കർത്താവ്, ആ നിമിഷത്തിൽ ഞങ്ങൾ പ്രവേശിക്കുന്നത് എന്റെ അപ്പന്റെ പൊന്നുകരത്തെ ആമേ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവ്, യേശുവെ സ്തുതിക്കുന്ന കർത്താവ്. അങ്ങയുടെ കരുത്തെ മുറുകെ പിടിച്ചവരും കർത്താവ്, അങ്ങിൽ പൂർണ്ണമായി വിശ്വസിച്ചവർ ഒരു നാളും ലജ്ജിതരായിട്ടില്ലല്ലോ കർത്താവ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല കർത്താവ്. തകർന്ന ഹൃദയത്തോടെ നീറുന്ന വേദനകളോ മനസ്സുകളോടെ ഇരിക്കുന്നവരുണ്ട് കർത്താവ്. ആമേൻ കർത്താവ്, ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലും മരിക്കാമെന്നുള്ളതല്ലല്ലോ കർത്താവ്. ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കർത്താവ്, ആമേൻ, ജീവിതം എന്ന് പറയുന്നത് കർത്താവ്, വേദപുസ്തകത്തിന്റെ പ്രമാണം കർത്താവ്, ദൈവത്തിനായി ജീവിച്ച് ദൈവത്തിനായി പ്രവർത്തിച്ച് ദൈവത്തിനായി മരിക്കുവാനുള്ള കൃപ കർത്താവ് ദൈവം നൽകി. അതോടൊപ്പം കർത്താവ്, ആ നിത്യമായ അനുഭവങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം ആശീർവദിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സമഗ്ര മേഖലകളും അവിടുത്തെ നന്മ അനുഭവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. കർത്താവെ സ്തുതിക്കുന്നു. വലുതും ചെറുതുമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും തൃപ്പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു അപ്പ. ഞങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കണമേ അപ്പ. ഞങ്ങളുടെ വിഷമതകളെ മാറ്റണമേ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ നീക്കണമേ അപ്പ. ഞങ്ങളുടെ കുറവുകളെ നീക്കണമേ അപ്പ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ബലഹീനതകളെ നീക്കണമേ കർത്താവ്. ആരാധിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും ധ്യാനിപ്പാനും ആമേ സൽപ്രവർത്തികൾ ചെയ്യുവാനും കർത്താവ് ദൈവം ഞങ്ങളെ ഒരുക്കണമേ കർത്താവ്. എക്കാലത്തും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അവിടുത്തെ തിരുകൃപയ ഞങ്ങളെ സഹായിച്ചു അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ദൈവമല്ലാതെ ഒരു ശക്തി ഞങ്ങളില്ല കർത്താവ്, അങ്ങില്ലാതെ ഒരു ദൈവം ഞങ്ങൾക്കില്ല കർത്താവ്. അങ്ങ് ജീവനുള്ള ദൈവമാകുന്നു. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. നന്ദി 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 കർത്താവ്. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ, വിവാഹത്തിനായി ഒരുങ്ങുന്നവർ കർത്താവ്, ഒരു ജോലിക്കായി കാത്തിരിക്കുന്നവർ അപ്പ, മക്കളുടെ കർത്താവ് പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കർത്താവ്, ആമേ കർത്താവ്, ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ സഹോദരങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് കർത്താവ്. യേശുവിന്റെ നാമത്തിലപ്പ എന്റെ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ അടിയൻ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവിന്റെ അനുഗ്രഹം ഈ പ്രഭാതങ്ങളിൽ എല്ലാ കുടുംബങ്ങളോടും വ്യക്തി ജീവിതങ്ങളോടും നിറവായി നൽകി അപ്പൻ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആമേൻ ആമേൻ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവ്. യേശുവെ സ്തുതിക്കുന്നു അപ്പ. ഈ ആരാധനയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവിനെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരവരായിരിക്കുന്ന ജീവിത മേഖലകളപ്പ, ഉപജീവന മാർഗങ്ങൾ, ഔദ്യോഗിക ജീവിതങ്ങൾ കർത്താവ്, അമ്മയോട് ചെയ്യുന്ന കൂലിപ്പണികളപ്പ, അവിടെ വാഹന സമ്പത്ത്, അവിടെ വസ്തു സമ്പത്ത്, അവിടെ പുരയിടങ്ങൾ എല്ലാവറ്റെയും ദൈവം അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ അപ്പ. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നതല്ല അത് ദൈവത്തിൻ്റെതാകുന്നു കർത്താവ്. ഞങ്ങൾക്കായി സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ല കർത്താവ്. ഞങ്ങൾക്കായി സ്വന്തമെന്ന് പറയുവാനപ്പ ഞങ്ങൾ നേടിയത് ഞങ്ങളുടെ ദൈവത്തെ ആകുന്നു കർത്താവ്. ജീവനുള്ള ദൈവമാകുന്ന ഞങ്ങൾക്ക് സ്വന്തം കർത്താവ്. നന്ദിയോടെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ ഭൗതിക സുഖങ്ങൾ, നന്മകളൊക്കെ കർത്താവ് ദൈവത്തിന്റെ ദാനമെന്നും അത് അങ്ങേക്കുള്ളവയെന്ന് ചിന്തിച്ചുകൊണ്ട് കർത്താവ് എല്ലാറ്റിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. എല്ലാവറ്റെയും ദൈവം കാത്തു പരിപാലിക്കണമേ, എല്ലാ ദോഷങ്ങളും വിടുവിക്കണമേ അപ്പ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ, ലോകരാഷ്ട്രങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പ. അനുകൂലമായ കാലാവസ്ഥകൾ നൽകണമേ അപ്പ. വിദേശ രാജ്യങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, രാജ്യ സേവനത്തിലായിരിക്കുന്നവർ, അന്യ സംസ്ഥാനങ്ങളായിരിക്കുന്ന മക്കളെ ദൈവം ആശീർവദിക്കണമേ അപ്പ. വിവിധ സർക്കാരുകൾക്കായി പ്രാർത്ഥിക്കുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിനായി സ്തുതിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർക്കായി, എഞ്ചിനീയർമാർക്കായി, ഡോക്ടർമാർക്കായി, നഴ്സുമാർക്കായി കർത്താവ്, ആരോഗ്യ പ്രവർത്തകർക്കായി, ആമേൻ, താഴെത്തട്ട് മുതൽ കർത്താവ് മേൽത്തട്ട് വരെ പ്രവർത്തിക്കുന്ന എല്ലാ അവിടുത്തെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവ്, മിഷണറി പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ മിഷണറി പ്രവർത്തനം അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കൃപ നിന്റെ മക്കളോട് കൂടി ഇരിക്കട്ടെ. ഭാരത സുവിശേഷീകരണത്തെ കർത്താവ്
കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്. ഈ ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ നാഥ ഞങ്ങളെങ്ങനെ പൂർണ്ണമായി സ്നേഹിക്കുന്നു കർത്താവ്. എന്തൊക്കെ പ്രതിസന്ധി ഞങ്ങൾ നേരിട്ടാലും അപ്പ, എന്തൊക്കെ ഞെരുക്കങ്ങൾ ഞങ്ങൾ നേരിട്ടാലും കർത്താവ്, ഞങ്ങൾ കാണുന്ന ഒരു കർത്താവുണ്ട് കർത്താവ്. ഞങ്ങളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അങ്ങയുടെ പാദത്തെ ചുംബിച്ചുകൊണ്ട് കർത്താവ് മുന്നോട്ടുള്ള ജീവിതയാത്ര സാക്ഷ്യത്തോടെ ജീവിപ്പാൻ, രക്ഷയുടെ മഹത്വം അനുഭവിച്ചുകൊണ്ട്, സുവിശേഷത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ സർവശക്തനായ ദൈവം എല്ലാ നിലയിലും ഞങ്ങൾ സഹായിച്ചു അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്തീയപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ സകല ദോഷങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങയ്ക്കുള്ളതല്ലോ. ആമീൻ. തുടർന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് പാഠപുസ്തകത്തിലെ 176 ഗീതം, ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ എന്നാരംഭിക്കുന്ന 176 ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് ആലപിക്കാം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, അവൻ മേൽ നീ ആശ്രയമെല്ലാം വെച്ചു കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ദിനം തോറും രക്ഷിതാവിൻ പക്ഷത്തിൽ നടന്നിടുന്നു നീ ശുദ്ധിയിൽ, ആശ്വസിക്കുന്നു എപ്പോഴും ക്രൂശതിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നീ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. മണവാളൻ വന്നിടുമ്പോൾ നിൻ വസ്ത്രം വെണ്മയേറിയതായി കാണുമോ, മോക്ഷലോകെ വാസം ചെയ്യുവാൻ നിൻ ആത്മം യോഗ്യമായ നാളിൽ തീരുമോ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പാപമ്ലേച്ഛം ഏറ്റ വസ്ത്രം നീ മാറ്റി കുളിക്കാ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, ദോഷികൾക്കായി ഊറും ജീവ ഊറ്റിൽ നീ സ്നാനം ചെയ്തിടുക വേഗത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നീൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഈ ദിവസം വാക്യപ്രതിവാക്യമായി വായിക്കുന്നുള്ള തിരുവചനവിധ ഭാഗം സങ്കീർത്തന പുസ്തകം 139. 139 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യന്തമാകുന്നു, അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും?
ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അനുപമമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ ഉണ്ടാകാമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതാകുമ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കലിരിക്കുന്നു. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു, രക്തപാതകന്മാരെ എന്നെ വിട്ട് പോകുവിൻ. അപൂർവമായി നിനക്ക് സംസാരിക്കുന്നു, നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണരക്ഷത്തോടെ അവരെ രക്ഷിക്കുന്നു, അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമാർഗ്ഗത്തിൽ എന്നെ നടത്തണമേ. ഈ സമയം ഇന്നേ ദിവസത്തേക്കുള്ള തിരുവചന വേദഭാഗങ്ങൾ വായിക്കുന്നത് നമുക്ക് കേൾക്കാം. പഴയ നിയമ പുസ്തകത്തിൽ നിന്നും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും, സുവിശേഷ വേദഭാഗത്തു നിന്നും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 15 മുതൽ 26 വരെയുമുള്ള വചനങ്ങളെ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്നും കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്, അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ച് അവസാനിച്ചു. വായിക്കുവാനായി നൽകിയിരിക്കുന്ന സുവിശേഷ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 15 മുതൽ 26 വരെ. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരയണം എന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് നീ പറയുന്നത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വരുന്നു. നമസ്കരിക്കുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ, നിനക്കു സ്തുതിയുണ്ടായിരിക്കട്ടെ. 22-ാം പുറത്തിലെ അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യ ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനം. ഏറ്റവും അനുഗ്രഹവും ധന്യവുമായ മനോഹരമായ കർത്തൃദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലും ജീവിപ്പാനുള്ള കൃപ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നൽകുകയുണ്ടായി. ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് നന്മയും ഒക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോഴും മറുഭാഗത്ത് സങ്കടങ്ങളും വിഷമതകളും പ്രതിസന്ധികളും ഞെരുക്കങ്ങളുമൊക്കെ ഏറെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ചും ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തെ നമുക്ക് എങ്ങനെ നേരിടുവാനായി സാധിക്കും? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേയധികം മാസങ്ങളായിട്ട് നാം അനുഭവിച്ചു വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് ലഭ്യമായ ആശ്വാസം എന്ന് പറയുന്നത് ലഭ്യമാകുന്ന ഈ ആരാധനകൾ തന്നെയാണ്. ആരാധനകളിലൂടെ ആശ്വാസം കണ്ടെത്തുവാനും ജീവിതം നവീകരിക്കപ്പെടുവാനും അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാനുമൊക്കെ ആരാധനയ്ക്കുള്ള പങ്ക് ഏറ്റവും വലുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രഭാതവേളയിൽ ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം വർഷിപ്പ് ദ ലോർഡ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത് എന്നതാണ്. ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുക എന്ന ചിന്തയിലാണ് നാം ഇന്ന് ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ചും അതിന് ആധാരമായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്.
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെയും വെല്ലുവിളികളിലുമൊക്കെ കർത്താവ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഓരോ ചുവടുവയ്പ്പിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനവും ദൈവത്തിൻ്റെ വഴി നടത്തുതലുകളും ദൈവത്തിൻ്റെ പദ്ധതികളും കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വലിയൊരു ദാഹമുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിന് ഒരു വലിയ ദാഹം ഉണ്ടെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദാഹമാണ് ദൈവിക പദ്ധതികളിലൂടെ ഈ ഭൂമിയിൽ സാധ്യമായി തീരുന്നത്. ദൈവത്തിൻ്റെ ആ ഒരു ദാഹ പൂർത്തീകരണത്തിലായി ദൈവം നമ്മെയും ആ ഒരു വലിയ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തി നമ്മെ ഉപയോഗിച്ചു വരുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു മനോഹരമായ ചിത്രമാണ്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈനംദിനമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറെ നോക്കി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്രകാരമുള്ള ദൈവിക പദ്ധതികൾ ഒരു വ്യക്തിയുടെ രൂപാന്തരണത്തിനും ഒരു വിഭാഗത്തിൻ്റെ മാനസാന്തരത്തിനും ഒരു ദേശത്തിൻ്റെ മാറ്റത്തിനുമൊക്കെ ഏറെ പങ്കുവഹിച്ചു എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ എല്ലായിടത്തും മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അനാദി തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിൻ്റെ നന്മയുടെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സംഭവത്തെയാണ് ഇന്ന് വായിച്ച സുവിശേഷ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശമരിയയിലെ സുഹാർ എന്ന് പറയുന്ന പട്ടണം, കർത്താവും തൻ്റെ ശിഷ്യന്മാരും ആ പട്ടണത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ഉച്ചസമയമായപ്പോൾ സുഹാർ എന്ന പട്ടണത്തിലെ ഒരു കിണറ്റിൻകരയിൽ യേശു എത്തുകയാണ്. അവിടെ അല്പം വിശ്രമിക്കുകയാണ്. ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങുവാനായിട്ട് പട്ടണത്തിലേക്ക് യാത്രയായി. യേശു ഒറ്റയ്ക്കാണ് ആ കിണറിൻ്റെ അരികിൽ ഇരിക്കുന്നത്. നട്ടുച്ച നേരമാണ്. വേദപുസ്തകം പറയുന്നു, വെള്ളം കോരുവാനായി നട്ടുച്ചയ്ക്ക് ഒരു സ്ത്രീ അവിടെ കടന്നു വരികയാണ്. ആ സ്ത്രീ ശമരിയിൽ നിന്നുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീക്ക് നൽകപ്പെട്ടിട്ടുള്ള പേര് ശമരിയ സ്ത്രീ എന്നതാണ്. അപ്പോൾ ശമരിയ സ്ത്രീ വെള്ളം കോരുവാനായിട്ട് ഈ കിണറ്റിൻകരയിൽ എത്തുകയാണ്. അങ്ങനെ കിണറ്റിൻകരയിൽ വെള്ളം കോരുവാനായി കുടവുമായി എത്തിയ ശമരിയ സ്ത്രീയും യേശുവും തമ്മിൽ അവിടെ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് കാണുവാനായി സാധിക്കും. സംഭാഷണത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് യേശു തനിക്ക് ദാഹിക്കുന്നു എന്നും തനിക്ക് വെള്ളം വേണമെന്നും ആവശ്യപ്പെടുകയാണ്. ആ വെള്ളത്തിൽ നിന്നും തുടങ്ങി മറ്റൊരു വലിയ തലത്തിലേക്ക് തങ്ങളുടെ സംഭാഷണം നീളുന്നത് ഈ ഭാഗത്തിൻ്റെ മനോഹാരിതയാണ്. വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് ദാഹമുണ്ടായോ? ഏത് തരത്തിലുള്ള ദാഹമായിരിക്കും യേശുവിന് ഉണ്ടായത്? വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ ആ ദാഹത്തെ കാണുവാനായി കഴിയുന്നുള്ളൂ. ക്രൂശിൽ തൂങ്ങുന്ന വേളയിലും തനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറയുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ക്രിസ്തുവിനുണ്ടായ ദാഹത്തിൻ്റെ ആഴമേറിയ പൊരുളാണ് ഇന്നത്തെ ധ്യാനത്തിലൂടെ നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ യേശുവിൻ്റെയും ശമരിയ സ്ത്രീയുടെയും വെള്ളത്തെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ പെട്ടെന്നൊരു മാറ്റം വരികയാണ്. ആ മാറ്റം എന്ന് പറയുന്നത് ഫ്രം വാട്ടർ ടു വർഷിപ്പ്, വെള്ളത്തിൽ നിന്നും ആരാധനയിലേക്കുള്ള ഒരു സംഭാഷണത്തിലേക്ക് രണ്ടുപേരും വഴി നടത്തപ്പെടുകയാണ്. ആ സംഭാഷണത്തിൽ വഴി നടത്തപ്പെടുവാനുള്ള കാരണം അതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഒരു ഡിവൈൻ പ്ലാൻ ആണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ യേശു ആരാധനയെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന അഥവാ വെളിപ്പെടുത്തുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു ഭാഗമാണ് ഈ പശ്ചാത്തലം എന്ന് പറയുന്നത്. യേശു ആരാധനയെക്കുറിച്ച് പറയുന്ന ഏക സ്ഥലമാണ് ഈ ഭാഗമെന്ന് പറയുവാനായിട്ട് സാധിക്കും. യഥാർത്ഥ ആരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏക സ്ഥലം. അന്ന് ഉറവിനരികെ വെച്ച് ആരാധനയെക്കുറിച്ച് യേശു പറഞ്ഞത്, ഇന്ന്
നമ്മുടെ കാലഘട്ടത്തിന് വളരെ അനുയോജ്യമാണ്. കാരണം യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ, അതായത് തൊട്ടു മുൻപുള്ള അധ്യായത്തിൽ പ്രമാണിയായ നിക്കോദെമോസിനോട് സംസാരിക്കുമ്പോൾ യേശു ആരാധനയെക്കുറിച്ച് പറയുന്നില്ല. പകരം യേശു ആരാധനയെക്കുറിച്ച് പറയുന്നത് പേര് വെളിപ്പെടുത്താത്ത വ്യഭിചാരിണിയായ സങ്കരവർഗത്തിൽപ്പെട്ട ഈ സ്ത്രീയോടാണ് യേശു ആരാധനയെക്കുറിച്ച് പറയുന്നത്. ഇതേറെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. പ്രമാണിയായ നിക്കോദെമോസിനോട് പറയാത്ത ഒരു ആഴമേറിയ പൊരുൾ, ഒരു സത്യത്തെയാണ് ഇവിടെ യേശു ശമരിയ സ്ത്രീക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. സമൂഹത്തിന്റെ മധ്യേ ദുഷ്പേര് കിട്ടിയ ഈ സ്ത്രീ ഉച്ചസമയം കിണറ്റിനരികെ എത്തുന്നത് ഉച്ചയ്ക്ക് കിണറ്റിനരികിൽ ആരും കാണുകയില്ല എന്ന് കരുതിയാകാം. അങ്ങനെയാണ് യേശുവും ഈ ശമരിയ സ്ത്രീയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. സ്വാഭാവികമായിട്ടും വെള്ളം കോരുവാൻ വരുന്നവർ ഏകദേശം രാവിലെ തുടങ്ങി 11 മണിക്കുള്ളിലൊക്കെ വെള്ളം കോരി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. ഉച്ചയാകുമ്പോൾ ആരും കാണുകയില്ല. പൊതുവെ സമൂഹത്തിൻ മധ്യയിൽ തനിക്ക് ദുഷ്പേരുണ്ട്. അതുകൊണ്ട് തന്നെ ആരും കാണാത്ത സമയത്ത് വന്ന് വെള്ളം കോരിക്കൊണ്ട് പോകാം എന്ന ചിന്തയോടായിരിക്കാം ശമരിയ സ്ത്രീ ഈ കിണറ്റിനരികിലേക്ക് കടന്നു വരുന്നത്. അവിടെ യേശുവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. എന്നാൽ അവൾ കണ്ടുമുട്ടിയത്, അവളെ യഥാർത്ഥ ആരാധനയെക്കുറിച്ച് പഠിപ്പിച്ച ദാഹത്തോടു കൂടിയ ഒരു മഷികയായിരുന്നു അവൾ അവിടെ കണ്ടുമുട്ടിയത്. അത്ഭുതകരമാണ്. എത്രയോ വർഷം കൊണ്ട് ഉച്ചസമയം അവൾ വെള്ളം കോരുവാനായിട്ട് ആ കിണറ്റിനരികെ വരാറുണ്ട്. പക്ഷേ ആ ഒരു പ്രത്യേക ദിനം എന്ന് പറയുന്നത് അവളെ ജീവിതത്തെ തന്നെ ആകപ്പാടെ മുഴുവനായി മാറ്റിമറിച്ച ഒരു സംഭവമാണ് അവർ അരങ്ങേറുന്നത്. വെള്ളം കോരുവാൻ കടന്നു വന്നവൾ ആരാധനയെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ലഭ്യമാകുകയാണ്. ആരാധനയെ ആഗ്രഹിക്കുന്ന ദാഹമുള്ള ദൈവത്തെക്കുറിച്ച് അവൾ മനസ്സിലാക്കുകയാണ്. എക്കാലത്തും പ്രിയമുള്ളവരെ, വേദപുസ്തകം പറയുന്നത് ആരാധനയ്ക്കായി ദാഹിക്കുന്ന ഒരു ദൈവമുണ്ട്. തൻ്റെ സൃഷ്ടി തന്നെ ആരാധിക്കണമെന്ന് ദാഹിക്കുന്ന ഒരു ദൈവം. നമ്മുടെ സമ്പത്തോ നമ്മുടെ അമൂല്യ നിധികളോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാം നമുക്ക് നൽകുന്നവനാണ് ദൈവം. തൻ്റെ സൃഷ്ടിക്ക് സകലവും നൽകി സകലവും ഒരുക്കി കൊടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആരാധന എന്ന ഒരു മനോഹരമായ അനുഭവത്തെയാണ്. അതിനായി ദൈവം ദാഹത്തോടെ കാത്തിരിക്കുകയാണ്. വേദശാസ്ത്ര ചിന്തകനായ ജോൺ പൈപ്പർ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ആരാധന എന്നത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യവുമായി, അതായത് ജീവിതവുമായി ചേർത്ത് ചെയ്യപ്പെടേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അതൊരിക്കലും ഒരു പ്രത്യേക സംഗതിയായി മാറ്റി നിർത്തി എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യേണ്ടുന്ന ഒന്നല്ല. പകരം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് ചെയ്യപ്പെടേണ്ടുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. പുരാണ കഥകളിലെ വിശ്രമ സമയം പോലെ ആഴ്ചയിൽ ഒരിക്കൽ വിശ്രമവേളയിൽ ചെയ്യേണ്ടുന്നതല്ല യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. ആരാധന ചെയ്യേണ്ടുന്ന സാഹചര്യം എന്ന് പറയുന്നത് നാം പാപത്തിലിരിക്കുമ്പോഴും നാം വിശപ്പിലിരിക്കുമ്പോഴും വംശീയ മേധാവിത്യ പ്രതിസന്ധിയിലിരിക്കുമ്പോഴും പ്രതിസന്ധികളുടെ നടുവിലിരിക്കുമ്പോഴും നാം ചെയ്യേണ്ടുന്ന ഒന്നാണ് ആരാധന എന്ന് പറയുന്ന ഒരു ദിവ്യമായ അനുഭവമെന്ന് ഇവിടെ വചനം വെളിപ്പെടുത്തി നൽകുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോലാണ് ആരാധന എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ഒരു യഥാർത്ഥ ജീവിതമുണ്ട്. എല്ലാവർക്കും ഒരു യഥാർത്ഥ ജീവിതം. ആ യഥാർത്ഥ ജീവിതത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ആന്തരികം, മറ്റൊന്ന് ബാഹ്യമായത്. നമുക്ക് ആന്തരിക ജീവിതമുണ്ട്, ബാഹ്യമായ ജീവിതമുണ്ട്. ഇവ രണ്ടിനെയും ചേർത്താണ് ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കി നാം പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആന്തരിക ജീവിതത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോലാകുന്ന ആരാധന എങ്ങനെ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ നിലനിർത്തുവാനാകും എന്നുള്ളതാണ്. അതായത്
വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് ആന്തരികമായ ജീവിതത്തിൽ നിന്നുമാണ്. ബാഹ്യമായ ജീവിതത്തിനും ആന്തരിക ജീവിതത്തിനും ഇടയിൽ ഒരു ചുവറുണ്ട്. അതിനെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചുമരുണ്ട്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യുവാനായിട്ട്? ആന്തരിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. അപ്പൊ ആന്തരിക ജീവിതത്തിന്റെ ആ ഡോറിനെ, വാതിലിനെ തുറന്ന് അകത്ത് പ്രവേശിക്കുന്ന ഒരു മനോഹരമായ അനുഭവമാണ്. കാരണം നമ്മുടെ ആത്മാവിൽ ദൈവമുണ്ടെന്നുള്ളതാണ്. ഈ ആത്മാവ് തന്നത് ദൈവമാണ്. തൻ്റെ ജീവശ്വാസത്തിലൂടെ ഈ ആത്മാവിനെ തന്നു. ആ ആത്മാവ് കൊണ്ട്, ആന്തരിക ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ ഒരനുഭവം. പ്രിയമുള്ളവരെ, അങ്ങനെ ആന്തരിക ജീവിതത്തിൻ്റെ വാതിൽ തുറക്കുന്ന ഈ താക്കോലാകുന്ന ആരാധനയെ എങ്ങനെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുവാനാകും, അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുവാനാകും? നാം വ്യത്യസ്ത തലങ്ങളിലൊക്കെ നിന്ന് ആരാധിക്കുന്നവരാണ്. ദൈവത്തെ മഹത്വപ്പെടുന്ന നൂറ്റാണ്ടുകളായി നാം ആരാധിച്ചു വരുന്നവരാണ്. പക്ഷെ ഇന്ന് പ്രഭാതത്തെ ചോദ്യം അതാണ്, എങ്ങനെ ഈ വർഷിപ്പിനെ എപ്പോഴും നമുക്ക് അത് സസ്റ്റെയിൻ ചെയ്യുവാനാകും? നമ്മുടെ ആന്തരിക ജീവിതത്തിൽ എങ്ങനെ അത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓരോ സെക്കൻഡിലും മുന്നോട്ട് നമുക്ക് സഞ്ചരിക്കുവാനാകും? ഞാൻ ആമുഖമായി പറഞ്ഞു, ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായി എല്ലായ്പ്പോഴും ചേർത്ത് ചെയ്യപ്പെടേണ്ടുന്ന ഒന്നാണ്. ഇവിടെ ശമരിയ സ്ത്രീയുമായുള്ള സംഭാഷണത്തിൽ യേശു ആരാധനയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് എന്താണ്? എന്താണ് റിയൽ വർഷിപ്പ്? രണ്ട് ചിന്തകളാണ് നിങ്ങളോട് ഈ പ്രഭാതത്തിൽ ഞാൻ പങ്കുവയ്ക്കുവാനായി ആഗ്രഹിക്കുന്നത്. ഒന്ന്, യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് നമ്മെക്കുറിച്ചല്ല, പകരം ദൈവത്തെക്കുറിച്ചാണ്. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് അത് നമ്മെക്കുറിച്ചല്ല, നാം ആകുന്ന വ്യക്തിത്വത്തെക്കുറിച്ചല്ല, നാം ആകുന്ന സമൂഹത്തെക്കുറിച്ചല്ല, പകരം അത് ദൈവത്തെക്കുറിച്ചാണ്. പലപ്പോഴും നാം ദൈവത്തെ ആരാധിച്ച് ഒടുവിൽ നാം ആണ് ആരാധനയെന്ന് വിശ്വസിക്കുകയാണ്. അതായത് ആരാധന നമ്മെ ആശ്രയിച്ചാണ് എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം പലപ്പോഴും ആരാധന എന്നത് ഉദ്ദേശിക്കുന്നത്, നാം ആ ദൈവാലയത്തെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന പ്രസംഗകൻ അല്ലെങ്കിൽ പട്ടക്കാരൻ, പുരോഹിതൻ ആൾക്കാരെ പ്രവേശിക്കുന്നു. അപ്പം പുരോഹിതൻ ആലയത്തിൽ വന്നാൽ മാത്രമേ ആരാധനയ്ക്ക് തുടക്കം കുറിക്കുന്നുള്ളൂ. ഇത് സഭയുടെ ഒരു സിസ്റ്റമാണ്, സത്യമാണ്. പക്ഷേ ആരാധന അതിനു മുമ്പൊക്കെ എപ്പോഴോ ആരംഭിച്ചിട്ടുള്ള ഒരു അനുഭവമാണ്. നിങ്ങൾ ആരാധനയ്ക്കായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ, അതിലേക്കായി ഒരുങ്ങുമ്പോൾ, പ്രഭാതങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴേ നിങ്ങൾ ആരാധനയ്ക്കായി സജ്ജമായി കഴിഞ്ഞു. എപ്പോഴേ നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ, ആന്തരിക ആത്മാവ്, ആന്തരിക ജീവിതത്തിൽ ആരാധന ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതിങ്ങനെ തുടർ പ്രവർത്തനമായി ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആലയത്തിലേക്ക് വരുമ്പോൾ ആലയത്തിൽ നിന്നുള്ള പുരോഹിതന്റെ തുടക്കം അതിൽ നാം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവത്തിലേക്ക് അതുകൂടെ ചേർന്ന് ഇഴുകിച്ചേരുന്നു എന്നുള്ളതാണ്. ആമീൻ. അതൊരു ശക്തിയേറിയ ആരാധനയായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആരാധന എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ആശ്രയിച്ചു കൊണ്ടതല്ല, ഒരു മനുഷ്യനെയോ മനുഷ്യ സമൂഹത്തെയോ ആശ്രയിച്ചതല്ല. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് അത് വളരെ പേഴ്സണലാണ്, വ്യക്തിപരമാണ്. യഥാർത്ഥ ആരാധന തുടങ്ങുന്നത് ദൈവത്തെ യഥാർത്ഥമായി ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നതിൽ കൂടെയാണ്. നാം ചിന്തിക്കുന്നത് ആരാധന എന്ന് പറയുന്നത് വലിയ ക്രൗഡിൻ്റെ മധ്യ വന്നിരുന്ന് കൈയടിച്ച് പാടി ദൈവത്തെ കരങ്ങളുയർത്തി സ്തോത്രമൊക്കെ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ദാറ്റ് ഈസ് എ റിയൽ വർഷിപ്പ് എന്നാണ് നാം ചിന്തിക്കുന്നത്. അല്ല, യഥാർത്ഥ ആരാധന പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ്, ദൈവത്തെ മനസ്സിലാക്കുന്ന അനുഭവമാണ്. ഹു ഈസ് ഗോഡ്? ദൈവം ആരാണ് എന്ന് എൻ്റെ ബോധമണ്ഡലം ചിന്തിച്ചു തുടങ്ങണം. എൻ്റെ മനസ്സ് ചിന്തിച്ചു തുടങ്ങുമ്പോൾ അതാണ് ആരാധനയുടെ ആദ്യ ചവിട്ടുപടി എന്ന് പറയുന്നത്. പ്രിയമുള്ളവര്, അല്ലാത്തതൊക്കെ ജൽപ്പനങ്ങളാണെന്ന് പറയുവാനായി സാധിക്കും. നമ്മുടെ ചുണ്ടിൻ്റെ അറ്റത്തുനിന്ന് ജൽപ്പനങ്ങൾ മാത്രം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മെക്കുറിച്ച് പറയുന്നത്, അവൻ പള്ളിയിൽ പോകുന്നു, ആരാധിക്കുന്നു, ജീവിതത്തിൽ ഒരു മാറ്റമില്ല. ആമീൻ. ഒരു പ്രവൃത്തി, ഇവനൊക്കെ പള്ളിയിൽ പോയിട്ട് എന്ത് പ്രയോജനം?
ഇവരൊക്കെ പള്ളിയിൽ പോയിട്ട് എന്ത് പ്രയോജനം, എന്താണ് നേടുന്നത്? ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുവാനാണോ? സ്നേഹമില്ല, കരുണയില്ല, ദയയില്ല, എപ്പോഴും മനുഷ്യൻ വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ആരാധനയുള്ള സമയത്തൊക്കെ വേദപുസ്തകമായി പള്ളിയിൽ പോകുന്നു. കാരണം എന്തുകൊണ്ട്? ദർ ഇസ് നോ റിയൽ വർഷിപ്പ്. കാരണം യഥാർത്ഥ വസ്തു ദൈവത്തെ മനസ്സിലാക്കാതെ അവർ ആരാധനയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ദേ ഡോണ്ട് നോ ഹു ഈസ് ഗോഡ്. ആരാണ് ദൈവമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള സത്യമാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥ ആരാധന തുടങ്ങുന്നത് ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുന്നതിൽ നിന്നുമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:19 വായിക്കുമ്പോൾ സ്ത്രീ യേശുവിനോട് പറയുകയാണ്, യജമാനനെ നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. യജമാനനെ നീ പ്രവാചകനെന്ന് കാണുന്നു. ഈ ചിന്ത വലുതായ ഒന്നല്ല, എന്നാൽ ഇത് അടിസ്ഥാനപരമായ ഒരു ചിന്തയാണ്. ലോകത്തിൽ മുൻകൂട്ടി പറയുന്ന പ്രവചനങ്ങൾ കൂടുതൽ ശ്രദ്ധ ആർജിക്കുന്ന ഒന്നാണ്. എന്നാൽ വേദപുസ്തക പ്രവചനങ്ങൾ മുൻകൂട്ടി പറയുന്നതിനേക്കാളും അന്തർദൃഷ്ടി അഥവാ ഉൾക്കാഴ്ച നിറഞ്ഞതാണ്. ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് പറയാറുണ്ട്, നാളെ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകും. അതൊരു പ്രവചനമാണ്. സാഹചര്യങ്ങളെ മനസ്സിലാക്കി സ്റ്റഡി ചെയ്ത് ഒരു പ്രവചനം നടത്തപ്പെടുകയാണ്, ഉണ്ടാകും. എന്നാൽ വേദപുസ്തകം അത് നമുക്കൊരു അറിവ് നൽകി. എന്നാൽ വേദപുസ്തകം നൽകുന്ന പ്രവചനങ്ങൾ മുൻകൂട്ടി പറയുന്നതിനേക്കാളും അന്തർദൃഷ്ടി, ഉൾക്കാഴ്ച നിറഞ്ഞതാണ്. നമുക്കൊരു ഇന്നർ പെർസ്പെക്റ്റീവ് നമുക്ക് നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ അത് ആന്തരികമാണ്, ബാഹ്യമായതല്ല. അത് ആന്തരികമായി പ്രവർത്തിച്ച് ബാഹ്യ മേഖലയിലേക്ക് അത് പ്രഖ്യാപനം നടത്തുന്നു എന്നുള്ളതാണ്. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്, അവർ ഇന്നർ ഹാർട്ട്, ഹൃദയത്തിൻ്റെ അഗാധ തലത്തിൽ നിന്നും തുടങ്ങുന്നതാണ്. ആയതിനാൽ ഈ സ്ത്രീ ഇവിടെ മനസ്സിലാക്കിയത്, തിരിച്ചറിഞ്ഞത്, തൻ്റെ പാപം നിറഞ്ഞ രഹസ്യ ജീവിതം താൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത് ഈ യേശുവിൻ്റെ ഉൾക്കാഴ്ചയിൽ, അന്തർദൃഷ്ടിയിൽ കണ്ട് പറഞ്ഞതുകൊണ്ട് യേശു പ്രവാചകൻ എന്ന് അവൾ സമ്മതിക്കുകയാണ്. ആമേൻ. നോക്കണേ പ്രിയമുള്ളവരെ, അപ്പോൾ അവളെ പ്രവാചകൻ എന്ന് മനസ്സിലാക്കുവാനുള്ള കാരണം തൻ്റെ പാപത്തെ, തൻ്റെ ആന്തരികമായ പാപത്തെ യേശു അവിടെ വെളിപ്പെടുത്തി നൽകുകയാണ്. നീ ഇന്നിന്ന പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മകളാണ്. അവൾ പെട്ടെന്ന് ചിന്തിച്ച് അത്ഭുതപ്പെടുകയാണ്. ഞാൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്നത് ഇതെങ്ങനെ പറയുവാൻ കഴിയുന്നു? അതിൻ്റെ അർത്ഥം ഇദ്ദേഹം എന്താണ്? ഒരു പ്രവാചകനാണ്. തന്നെ കണ്ട പ്രവാചകൻ, തൻ്റെ ആന്തരിക ജീവിതത്തെ നോക്കിക്കാണുന്ന പ്രവാചകൻ. ആന്തരിക ജീവിതത്തെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജന, വൈ ഇറ്റ് ഈസ് ഹാപ്പൻ ടു ജീസസ്? യേശുവിന് ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെ സാധിച്ചു? കാരണം യേശുവിൻ്റെ ജീവിതത്തിൽ വർഷിപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ആരാധിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് യാത്രാമധ്യേ, ശുശ്രൂഷ മധ്യേ തൻ്റെ ജീവിതമായി ചേർത്ത് ആരാധനയെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ചുറ്റുപാടുകളെയും മനുഷ്യൻ്റെ ആന്തരിക അനുഭവങ്ങളൊക്കെ നോക്കിക്കാണുള്ള ഒരു പ്രത്യേക കഴിവ് കർത്താവ് ആർജിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, യേശുവിനെ എപ്പോഴാണോ പ്രവാചകനെന്ന് വിളിച്ചത്, അവൾ യേശുവിനെ സാധാരണ പ്രവാചകനേക്കാൾ വലിയവനായിട്ട് നോക്കിക്കാണുന്നു എന്ന് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. ശമരിയക്കാർ അംഗീകരിച്ചിരുന്നത് പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങളെ ആയിരുന്നു. അതിനെ ദ പെന്ററ്റുക് എന്നാണ് വിളിക്കുന്നത്, പഞ്ചഗ്രന്ഥങ്ങൾ. ദൈവത്തിൽ നിന്നും ലഭ്യമായത് 5 ഗ്രന്ഥങ്ങൾ മാത്രം. അതിൽ മാത്രമാണ് ശമരിയക്കാർ വിശ്വസിച്ചിരുന്നത്. സങ്കീർത്തനങ്ങളെയും മറ്റ് പ്രവചന പുസ്തകങ്ങളെയും അവർ വിശുദ്ധ ഗ്രന്ഥങ്ങളായി എണ്ണിയിരുന്നില്ല. പകരം ഈ പഞ്ചഗ്രന്ഥങ്ങളെ മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥമായി അവർ എണ്ണിയിരുന്നത്. മശിഹായുടെ വരവിനെക്കുറിച്ച് ഒരു ചെറിയ അറിവ് മാത്രമേ ഈ ശമരിയക്കാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവർ ചിന്തിച്ചിരുന്നത് മശിഹ എന്നത് മോശയെ പോലെ ഒരു വ്യക്തി ആയിരിക്കും എന്നാണ് ഈ ശമരിയക്കാർ വിശ്വസിച്ചിരുന്നത്, അഥവാ പ്രതീക്ഷിച്ചിരുന്നത്. യെശയ്യാവ്, ദാനിയേൽ, മലാഖി ഇവരെ നല്ല ഉണർവുള്ള ഒരു പ്രവാചക ഗണത്തിലായിട്ട് ഇവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല, അഥവാ ഇവരെ കണ്ടിരുന്നില്ല. മശിഹ എന്നതൊരു പ്രവാചകൻ
ഇതായിരുന്നു അവരുടെ ഒരു വിശ്വാസം. അവരുടെ ഒരു സംശയം അവൾ 20-ാം വാക്യത്തിൽ യേശുവിനോട് പറയുകയാണ്, തങ്ങളുടെ പിതാക്കന്മാർ, അതായത് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ട സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറയും. ഒരു വലിയ സംശയം അവൾ യേശുവിനോട് പറയുകയാണ്. നോക്കണേ, ഒരു വെള്ളത്തിൽ നിന്ന് തുടങ്ങിയ സംഭാഷണം ആരാധനയിലേക്ക് പ്രവേശിച്ചു. അതായത് ആരാധനയ്ക്ക് തൊട്ട് മുമ്പുള്ള ആന്തരിക ജീവിതത്തെ പ്രതിപാദിക പാപത്തെ വെളിപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് പ്രവേശിച്ചു. അതിലൂടെ അവൾ യേശുവിനെ പ്രവാചകനെന്ന് മനസ്സിലാക്കുന്നു. തൊട്ടടുത്ത് അവൾ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യുകയാണ്, ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ശമരിയ സ്ത്രീ പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. അതായത് ശമരിയ ജനത്തിന്റെ അവരുടെ പിതാക്കന്മാർ നമസ്കരിച്ചു വന്നത് ഈ മലയിലായിരുന്നു. എന്നാൽ നിങ്ങൾ, അതായത് നിങ്ങൾ യഹൂദന്മാർ പറയുന്നത് ദൈവത്തെ നമസ്കരിക്കേണ്ടത് എവിടെയാകുന്നു? യെരുശലേമിലാകുന്നു. വേദപുസ്തക വ്യാഖ്യാനികൾ ഈ ഭാഗത്തെ, ഈ വചനത്തെ വളരെ തന്ത്രപരമായ തിരിവ് എന്നവർ പറയുന്നുണ്ട്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടാക്റ്റിക്കൽ ഡൈവേർഷൻ എന്നാണ്. ടാക്റ്റിക്കൽ ഡൈവേർഷൻ, അതായത് തന്ത്രപരമായി യേശുവിൻ്റെയും ശമരിയ സ്ത്രീയുടെയും സംഭാഷണത്തെ തന്ത്രമായി അവൾ തിരിക്കുകയാണ്, ടേൺ ചെയ്യുകയാണ്. മറ്റൊരു ദിശയിലേക്ക് സംസാരത്തെ അവൾ മാറ്റിയെടുക്കുകയാണ്. കാരണം ഈ സ്ത്രീ തൻ്റെ വ്യഭിചാര ക്രിയകളെക്കുറിച്ചും പാപത്തെക്കുറിച്ചും സംസാരിക്കുന്നത് നിർത്തുന്നതിനായി അവൾ ഒരു മതപരമായ അനുഷ്ഠാനത്തെ സംവാദത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് യേശുവിൻ്റെ ശ്രദ്ധ തിരിക്കണം. കാരണം യേശു ഇപ്പം ഡീപ്പായിട്ട് സംസാരിച്ചുകൊണ്ട് എന്തിനെക്കുറിച്ച്? അവളുടെ പാപത്തെക്കുറിച്ചാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ള നിന്റെ ഭർത്താവല്ല. അവൾ ആഴമേറിയ പാപത്തിൻ്റെ ആഴക്കടൽ കിടക്കുന്ന എല്ലാ ഓരോ ചെറിയ പൾസും ഓരോ സ്പന്ദനങ്ങളും യേശു വെളിപ്പെടുത്തുകയാണ്. സി ദിസ് വാട്ട് യു, ഇതാകുന്നു നീ. ഇങ്ങനെ പറയുമ്പോൾ വളരെ തന്ത്രപൂർവം വ്യാഖ്യാനിക വേദപുസ്തക പണ്ഡിതൻ പറയുന്നത് ടാക്റ്റിക്കൽ ഡൈവേർഷൻ. അവൾ യേശുവിൻ്റെ ഒന്ന് മാറ്റുവാനായിട്ട് അവൾ എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണ്. തൻ്റെ പാപത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ അവൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പെട്ടെന്ന് അവൾ സംവാദത്തെ മാറ്റുവാൻ ശ്രമിക്കുകയാണ് എന്ന് വ്യാഖ്യാനികൾ പറയുമ്പോൾ ഞാനിത് അംഗീകരിക്കുന്നില്ല. എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത്, കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്ത്രീ യേശുവിൻ്റെ വാക്കുകൾ കേട്ട് താൻ കുറ്റവാളി ആണ് എന്ന മനസ്സിൽ, താൻ പാപി എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. തൻ്റെ പാപത്തെക്കുറിച്ച് അവൾ ഉണരുകയാണ്. തനിക്കിപ്പോൾ ദൈവത്തിന് മുൻപാകെ ശരിയാകണം, തനിക്ക് ശരിയായി തീരണമെന്നുള്ള ഒരു ചെറിയ ലൈറ്റ്നിങ്, ഒരു പ്രകാശം അവിടെ ഉള്ളിൽ ഉരുവാകുകയാണ്. ഒരു ചെറിയ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം ഇരുട്ട് നിറഞ്ഞ ആന്തരിക ജീവിതത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് പ്രകാശിക്കുകയാണ്. എനിക്കൊന്ന് ശരിയാകണം. ഞാൻ ഒരുപാട് വ്യഭിചാരത്തിൽ ജീവിച്ച സ്ത്രീയാണ്. എൻ്റെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകണം, ശരിയായി തീരണമെന്നുണ്ട്. അപ്പോൾ അതിനായി അവൾക്ക് അറിയാം തൻ്റെ വഴി ഒരു യാഗം തന്നെയാണ്. അതിനായി താൻ യാഗം ചെയ്യണം, അഥവാ തന്നെ ത്യാഗം ചെയ്താൽ മാത്രമേ അതിനൊരു മാറ്റം കൊണ്ടുവരുവാൻ കഴിയുള്ളൂ. പക്ഷേ അവൾ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. എന്താണ് അവളുടെ ധർമ്മസങ്കടം എന്ന് പറയുന്നത്? ദൈവം അംഗീകരിക്കുന്ന യാഗം അല്ലെങ്കിൽ ആരാധന കഴിക്കേണ്ടുന്ന സ്ഥലം എവിടെയാണ്? ഇനി ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ ദൈവത്തോട് നിരപ്പിൻ്റെ അനുഭവം പ്രാപിക്കുവാനായി സാധിക്കും? അത് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പൂർവ്വപിതാക്കന്മാർ ചെയ്തു വന്ന ആരാഴ്ച ആ സ്ഥലത്ത് പോയാൽ മതിയാകുമോ? അതോ ഞാൻ യെരുശലേമിൽ വരണമോ? ഇതാണ് അവളുടെ ആന്തരികമായ ചിന്ത എന്ന് പറയുന്നത്. ബോധ മനസ്സിൽ അവൾ ചിന്തിക്കുന്നതാണ്, ഞാൻ എവിടെ പോയാൽ ഈ ഒരു ത്യാഗം ചെയ്താൽ, എന്നെ തന്നെ യാഗം കഴിച്ചാൽ എനിക്കിതിൽ നിന്ന് ഒരു മോചനമുണ്ടാകും, എൻ്റെ ജീവിതത്തിന് ഒരു രൂപാന്തരം ഉണ്ടാകും. ആമേൻ. ദൈവം അംഗീകരിക്കുന്ന യാഗം, ആരാധന കഴിക്കുന്ന സ്ഥലം എവിടെയാണ്? അത് മലയിലാണോ അതോ യെരുശലേമിലാണോ? 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ
യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ആമേൻ. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ജീസസ് ബർത്തിനെ കുറിച്ച് യേശുവോടെ പ്രതിപാദിക്കുന്ന മനോഹരമായ ചിത്രമാണ്. നിങ്ങളോ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. ആരാധന എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ്, ദൈവത്തെ മനസ്സിലാക്കുക എന്നതാണ് യഥാർത്ഥ ആരാധന. അതാ പറയുന്നത്, നിങ്ങളോ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. We know to whom we worship. We know to whom we worship. യേശു പറയുകയാണ്, യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് അത് നമ്മെക്കുറിച്ചല്ല, അത് ദൈവത്തെക്കുറിച്ചാണ്. ഒരു പീപ്പിൾ ഓഫ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ വന്നിരുന്ന് ആരാധിച്ചു കഴിഞ്ഞാൽ ആരാധനയായി എന്നുള്ളതല്ല, അത് ദൈവത്തിനാണ്. മൈ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിലാക്കുന്ന ഒരു അനുഭവം എന്നെ ആരാധനയിലേക്ക് വഴി നടത്തുന്നു എന്നുള്ളതാണ്. 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഥാർത്ഥ ആരാധന അത് ദൈവത്തെക്കുറിച്ചാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരാധന തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി ഉണ്ടാകണം, ദൈവത്തിൻ്റെ സത്യമുണ്ടാകണം, ദൈവത്തിൻ്റെ മനോഹരത്വം ഉണ്ടാകണം, ദൈവത്തിൻ്റെ സ്നേഹമുണ്ടാകണം, ദൈവിക പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ആരാധന തുടങ്ങുമ്പോൾ തന്നെ. ആമേൻ. ദാറ്റ് ഈസ് ഐ യൂസ് ടു സേയിങ് ദാറ്റ് റിയൽ വർഷിപ്പ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ്. ദൈവത്തെ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവത്തിൻ്റെ സത്യം, മനോഹരത്വം, സ്നേഹം, ദൈവിക പദ്ധതികൾ ജീവിതത്തിൽ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ആരാധന പങ്കെടുത്തിട്ടും ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ സമൂഹത്തിൽ പലപ്പോഴും നാം താഴെത്തട്ടിലേക്ക് പോകുന്നതിനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഓരോ വർഷിപ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോഴും, ഓരോ സമയം, അനുദിന ജീവിതത്തിൽ ഓരോ മൈന്യൂട്ട് സെക്കൻഡിലും നാം വർഷിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കണം, സത്യത്തെക്കുറിച്ച് ചിന്തിക്കണം, മനോഹരത്വം, സ്നേഹം, പദ്ധതികളെക്കുറിച്ച് നാം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ആരാധനയ്ക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആരാധന സത്യമായ ആരാധനയായി, ആത്മാവിൽ ആരാധിക്കുന്ന ആരാധനയായി മാറ്റപ്പെടുകയാണ്. ഈ വചനത്തിലൂടെ യേശു വെളിപ്പെടുത്തുന്നത് ആരാധന അത് നമ്മെക്കുറിച്ചല്ല, പകരം ദൈവത്തെക്കുറിച്ചാണ്. ഏറ്റവും ഒടുവിലത്തേതും രണ്ടാമത്തുമായ ചിന്ത എന്ന് പറയുന്നത്, യഥാർത്ഥ ആരാധന എന്നത് നാം എവിടെ ആയിരിക്കുന്നു എന്നതല്ല, പകരം ദൈവമാണ് ആരാധന. മറന്നു പോകരുത്, ദൈവമാണ് ആരാധന. ശമയ സ്ത്രീ ആരാധന സ്ഥലത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ഒരു വലിയ വഴിത്തിരിവിലേക്ക് വഴി നടത്തപ്പെടുകയാണ്. അതായത് രണ്ടാമത്തെ ചിന്തയിൽ നാം ധ്യാനിക്കാനായി പോകുന്നത്, യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ ബേസ് ചെയ്തല്ല, പകരം ദൈവത്തെ ബേസ് ചെയ്താണ്, ദൈവത്തെ അടിസ്ഥാനമാക്കിയാണ് യഥാർത്ഥ ആരാധന നടത്തപ്പെടുന്നത്. അവൾ പറഞ്ഞതിനെ യേശു ഗൗരവത്തോട് പറയുകയാണ്. കാരണം അവൾ ഇങ്ങനെ ചോദിച്ചു, ശമര്യയിലെ മലകളിലാണോ ആരാധിക്കേണ്ടത്, അതോ യെരുശലേമിലാണോ? 21 വാക്യത്തിൽ യേശു പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. ആമീൻ. യേശു അവിടെ വലിയൊരു ഡൈവേർഷൻ കൊടുക്കുകയാണ്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ വളരെ അത്ഭുതപ്പെടുകയുണ്ടായി. അപ്പം ഇവളിങ്ങനെ ചോദിക്കുന്ന സമയത്ത്, ശമര്യസ്ത്രീ ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, യേശു എന്തായിരിക്കും മറുപടി പറയാൻ പോകുന്നത്? ഒന്നെങ്കിൽ യേശു എപ്പോഴും എന്താണ് നമ്മൾ അറിയാതെ ചിന്തിച്ചു, യേശു ഒരു യഹൂദനാണ്, അപ്പം യെരുശലേമിൽ വന്ന് നമസ്കരിക്കണം, കാരണം തൊട്ടുമ്പ് പറഞ്ഞ് രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ. പക്ഷെ യേശു വളരെ ഭംഗിയായിട്ട് അവിടെ ദാറ്റ്സ് എ ഡിവൈൻ പ്ലാൻ, ദൈവത്തിൻ്റെ ഒരു പദ്ധതി അവിടെ വെളിപ്പെടുത്തി കൊടുക്കാൻ വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യുകയാണ്. യേശു പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത്, ദ ട്രൈയൂൺ ഗോഡ്, ത്രിത്വ ദൈവത്തെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്ന നാഴിക വരുന്നു.
കാരണം ഇത് പറയുള്ള കാരണം ശമരിയക്കാർ വിശ്വസിച്ചിരുന്നത് ശമരിയുടെ ഗെരസീം, ദ മൗണ്ട് ഓഫ് ഗെരസീം എന്ന മലയാണ് ആരാധനയ്ക്കായി തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ദൈവം നിയോഗിച്ച് നൽകിയത്. ഇവിടെ ശമരിയ സ്ത്രീ പറഞ്ഞത്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു എന്ന് പറയുന്നത് ഭൂതകാലമാണ്, പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയുവാനായിട്ട് ഒരു കാരണമുണ്ട്. കാരണം ശമരിയക്കാർ ഈ മലയുടെ മുകളിൽ ഒരു ആലയം പണിതിരുന്നതിനെ യഹൂദന്മാരാൽ നശിപ്പിക്കപ്പെടുകയുണ്ടായി. ആയിരുന്നാലും ശമരിയക്കാർ വർഷത്തിലൊരിക്കൽ ഈ ഗെരസീം മലയിൽ പെസഹ ആചരിച്ചു വന്നിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ആയിരുന്നാലും യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം നിയോഗിച്ചു തന്ന സ്ഥലമായ യെരുശലേം തന്നെ എന്നായിരുന്നു. നോക്കണേ, ഈ രണ്ട് കാഴ്ചപ്പാട്. ഒരു ഭാഗത്ത് ഗെരസീം മലയിൽ ആരാധിച്ചു വന്നിരുന്ന ശമരിയക്കാരുടെ പൂർവ്വപിതാക്കന്മാർ, മറുഭാഗത്ത് യഹൂദന്മാർ ഇവർ ആ ഗെരസീം മലയിൽ സ്ഥാപിച്ച ദൈവാലയത്തെ നശിപ്പിച്ചിട്ട് പറയുകയാണ്, നോ, ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് പ്ലേസ് ടു വർഷിപ്പ് ദ ലോർഡ്. ഇത് ശരിയായ പ്ലേസ് അല്ല ദൈവത്തെ ആരാധിക്കുവാനുള്ള, പകരം യു ഷുഡ് കം ടു ദ ജെറുസലേം. യെരുശലേമിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത്. അവിടെ പണിയപ്പെട്ടിരിക്കുന്ന ആലയത്തിലാണ് നാം ആരാധിക്കേണ്ടുന്നത്. ശമരിയ സ്ത്രീക്ക് ഇവിടെ അറിയണമായിരുന്നു ഏത് സ്ഥലമാണ് ആരാധനയ്ക്ക് യോഗ്യമായത്. വിച്ച് പ്ലേസ് ഈസ് സ്യൂട്ടബിൾ ഫോർ വർഷിപ്പ്. ഏത് സ്ഥലമായിരിക്കും ആരാധനയ്ക്ക് യോജിച്ചത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിച്ച് പ്ലേസ് ഈസ് സ്യൂട്ടബിൾ ഫോർ വർഷിപ്പ്? നാം പോയിക്കൊണ്ടിരിക്കുന്ന ദൈവാലയമായിരിക്കാം നമ്മുടെ കാഴ്ചയിൽ വരുന്നത്. നാം പങ്കെടുക്കുന്ന ഒരു പ്രയർ ഫെലോഷിപ്പ് ആയിരിക്കാം, വീട്ടിൻ്റെ ഒരു മാളിക മുറിയായിരിക്കാം, നമ്മുടെ വീട്ടിനുള്ളിൽ ഒരു അറയായിരിക്കാം. സോ വിച്ച് പ്ലേസ് ഈസ് സ്യൂട്ടബിൾ ഫോർ വർഷിപ്പ്? വലിയൊരു ചോദ്യമാണ്. യേശു പറയുകയാണ്, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്ന നാഴിക. യേശു പറയുകയാണ്, ആരാധന എന്ന് പറയുന്നത് സ്ഥലത്തെ പ്രതിനിധീകരിച്ചല്ല, ഒരു പുതിയ മാറ്റത്തിന് യേശു തിരികൊളുത്തുകയാണ്. ആമേൻ. യേശു ഒരു പുതിയ മാറ്റം വരുത്തുവാൻ അവിടെ ശ്രമിക്കുകയാണ്. യേശു പറയുന്നു, യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ദൈവമാണ്, സ്ഥലമല്ല. ദൈവമാണ് പ്രധാനം, സ്ഥലമല്ല പ്രധാനം. ആരാധന സ്ഥലത്തിന് വേണ്ടി മനുഷ്യൻ മുറവിളി കൂട്ടുമ്പോൾ വേദപുസ്തകം പറയുകയാണ്, ആരാധനയ്ക്കുള്ള സ്ഥലമല്ല പ്രധാനം, പകരം നാം ആരാധിക്കുന്ന ദൈവമാണ് പ്രധാനമെന്ന്. പ്രിയ മക്കളെ, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്, നാം ആരാധിക്കുന്ന ദൈവമാണ് പ്രധാനം. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആരാധനയ്ക്ക് ദൈവം മതിയായവൻ. നാമല്ല പ്രധാനം, സ്ഥലമല്ല പ്രധാനം, ദൈവമാണ്. നമ്മുടെ ആരാധനയിൽ ദൈവമുണ്ടാകണം. ആമീൻ. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും എവിടെയിരുന്നോ ആരാധിക്കട്ടെ, അവിടെ ദൈവമുണ്ടാകണം. ആ ദൈവമുണ്ടാകുന്ന അനുഭവമെങ്കിൽ പ്രിയമുള്ളവരെ മറന്നു പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവങ്ങൾ, ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പരിശുദ്ധി, സ്നേഹം, മഹത്വം, അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അവിടെയാണ് ദൈവം ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സിനൊരു മാറ്റം, നാം ദൈവത്തിലേക്കായിത്തീരുന്ന കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള കുറവുകൾ, ബലഹീനതകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ. മനുഷ്യൻ ബലഹീനനാണ്. അനീതി ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കലോളം കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തണം. ആ മാറുമ്പോൾ അവൻ ദൈവത്തിന് സമസ്വഭാവമുള്ള മനുഷ്യനായി മാറ്റപ്പെടുകയാണ്. വർഷിപ്പിലൂടെ ടു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗാഡ്. വേദപുസ്തകം പറയുന്നു, ആരാധനയ്ക്ക് ദൈവം മതിയായവൻ. നാമല്ല പ്രധാനം, സ്ഥലമല്ല പ്രധാനം, ദൈവമാണ്. ഇന്ന് നാം പലപ്പോഴും ആരാധനയ്ക്കായി ചൂസ് ചെയ്യുന്ന സ്ഥലം എന്താണെന്നറിയാമോ? ഒരു വലിയ ദൈവാലയമായിരിക്കാം, ഒരു വലിയ ദൈവാലയം, ഒരു കത്തീഡ്രൽ ചർച്ച ആയിരിക്കാം. നാം പലപ്പോഴും പറയും, എന്താണ്, അവിടെയൊക്കെ നല്ല പഠിച്ചവരുള്ള ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന സ്ഥലമാണ്, സമ്പത്തുള്ളവർ പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണ്,
ഉന്നതരും ശ്രേഷ്ഠരും അധികാരികളൊക്കെ രാഷ്ട്രീയ പ്രമുഖർ ചെല്ലുന്ന ഒരു കത്തീഡ്രൽ ദൈവാലയമാണ്. സമൂഹം മാനിക്കുന്നവർ, മതനേതാക്കന്മാർ അവിടെയുണ്ട്, ആരാധനയിലുണ്ട്. അതുകൊണ്ട് അവരൊക്കെ മാനിക്കുന്നുവെങ്കിൽ, അവരൊക്കെ ആലയത്തിൽ പോകുന്നുവെങ്കിൽ അതായിരിക്കും ശരിയായ ഒരു സ്ഥലം. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഇവരൊക്കെ അവിടെ ഉണ്ടാകാം. പഠിച്ചവരും സമ്പത്തുള്ളവരും ഉന്നതരും ശ്രേഷ്ഠരും അധികാരികളും സമൂഹം മാനിക്കുന്നവരും മതനേതാക്കന്മാരും ഇവരൊക്കെ ആലയത്തിൽ ഉണ്ടാകാം. ഇവരുണ്ടെങ്കിൽ അത് യഥാർത്ഥ ആരാധനയെന്ന് കരുതരുത്. ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ അത് യഥാർത്ഥ ആരാധനയെന്ന് കരുതരുത്. യഥാർത്ഥ ആരാധനയിൽ ദൈവമുണ്ടാകണം. ആമേൻ. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് അതിൽ ദൈവമുണ്ടാകും. ദൈവമുണ്ടാകുന്ന ആരാധനയിൽ പങ്കെടുക്കണം. അവിടെയാണ് ദ ബ്യൂട്ടി ഓഫ് വർഷിപ്പ് എന്ന് പറയുന്നത്. ആരാധനയുടെ മനോഹരത്വം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ദൈവമാണ് പ്രധാനം പ്രിയമുള്ളവരെ, ജനമല്ല, സ്ഥലമല്ല, നാമല്ല പ്രധാനം. ദൈവമാണ് ആരാധനയിൽ പ്രധാനം. ആരാധിക്കുന്നവർ സത്യ നമസ്കാരികളാകണം. ആമേൻ. സത്യ നമസ്കാരികൾ എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ടാകും. ആരാധിക്കുന്നവർ സത്യ നമസ്കാരികളാകണം. അതരത്തിൽ ദൈവത്തെ ഉച്ചരിക്കുകയും ഉള്ളിൽ പാപം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയെങ്കിൽ we can't find God there. അവിടെ ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുകയില്ല. എത്രയോ വർഷങ്ങൾ കൊണ്ട് ആരാധിക്കുന്നവരാകാം. അതരം കൊണ്ട് പാടുകയും കരങ്ങൾ കൊണ്ട് അടിക്കുകയും ദൈവത്തെ ഒരുപാട് സ്തുതിക്കുകയും ചെയ്യുന്ന വ്യക്തിയാകാം. വ്യക്തിത്വത്തെ ഉടമസ്ഥനാകാം. അങ്ങനെയുള്ള കുടുംബമാകാം, സമൂഹമാകാം, സഭയാകാം. പക്ഷെ ദൈവം ചോദിക്കുകയാണ്, ഇസ് ഇറ്റ് there God's presence? ദൈവം അവിടെയുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരാധിക്കുന്നവർ സത്യ നമസ്കാരികളാകണം. എല്ലാവരും ആരാധിക്കുന്നു, ഞാനും ആരാധിക്കുന്നു. അപ്പനുണ്ട്, ആരാധനയിൽ അമ്മയുണ്ട്, അതുകൊണ്ട് ഞാനുമുണ്ട്. ജീവിത പങ്കാളിയുണ്ട്, അതുകൊണ്ട് ഞാനുമുണ്ട്. ഞായറാഴ്ചയാകുമ്പോൾ പള്ളിയിൽ പോകണം, ഞാനും ഒക്കെ കൂടെ പോകുന്നു, പോയിട്ട് വീട്ടിൽ മടങ്ങി വരുന്നു. ഇതാണോ റിയൽ വർഷിപ്പ്? നോ. അത് ആചാരമാണ്, അതൊരു സിസ്റ്റമാണ്, അതൊരു കസ്റ്റം, നാം ചെയ്തു വരുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ അതിലൊന്നും നമുക്ക് യഥാർത്ഥമായി ആത്മാവിലും സത്യത്തിലും നാം ദൈവത്തെ ആരാധിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ നോക്കി ആത്മാവിൽ സത്യം ആരാധിക്കുമെന്ന് ഒരുപാട് അലമുറയിട്ട് വിളിച്ച് അതുമല്ല മീൻ ചെയ്യുന്നത്. യഥാർത്ഥ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമെന്ന് പറയുന്നത് ദൈവത്തെ മനസ്സിലാക്കി ആരാധിക്കുക. നിന്റെ അകത്തെ ആന്തരിക ജീവിതത്തിൻ്റെ ആ ഡോറുണ്ടല്ലോ, ആ ഗ്ലാസ് ഡോർ, അതിനെ ബ്രേക്ക് ചെയ്ത് അതിനുള്ളിൽ പ്രവേശിക്കുക. ആന്തരിക ആത്മാവിൽ പ്രവേശിച്ച് അതിൽ ദൈവത്തെ ബോധമനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വായത്തമാക്കിക്കൊണ്ട് when you will worship you can feel the presence of God. അങ്ങനെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിപ്പാനായി സാധിക്കും. പ്രിയമുള്ളവരെ, വേദപുസ്തകം പറയുന്നു, നിങ്ങൾ സത്യ നമസ്കാരികളാകണം. സത്യ നമസ്കാരികൾക്ക് മാത്രമേ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കഴിയുകയുള്ളൂ. ദൈവത്തെ മനസ്സിലാക്കുന്ന വ്യക്തിക്ക് മാത്രമേ ആന്തരിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തെ യഥാർത്ഥത്തിൽ നമസ്കരിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം പാരമ്പര്യത്തെ ദൈവം വെറുക്കുന്നു, ചടങ്ങുകളെ ദൈവം എതിർക്കുന്നു. മറ്റുകൾ കാണുക കൈയടിക്കുന്നത്, കുമ്പിടുന്നത്, സ്തുതിക്കുന്നത്, പാടുന്നത് ദൈവം വെറുക്കുന്നു. പ്രവചന പുസ്തകങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവർ കാണുവാൻ വേണ്ടി ദൈവാലയങ്ങളെ കാണുമ്പോൾ കുമ്പിടുന്നത്, പ്രവേശിച്ചാൽ കഴിഞ്ഞാൽ കുമ്പിടുന്നത്, ഇതൊക്കെ ദൈവം വെറുക്കുകയാണ്. ഡു യു നോ ഹു ഈസ് ഗോഡ്? നിനക്ക് ദൈവമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? അതാണ് ഒരു വലിയ ചോദ്യം, ചലഞ്ചിങ് ക്വസ്റ്റ്യൻ. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ തന്നിൽ നിന്നും ദൂരത്തേക്ക് അകറ്റുമെന്നുള്ളതാണ്. പാരമ്പര്യമായി ആരാധിക്കുന്നതിലൂടെ, ചടങ്ങുകളായിട്ട് നാം ചെയ്യുന്നതിലൂടെ ദൈവം തന്നിൽ നിന്ന് നമ്മെ ദൂരത്തേക്ക് അയക്കുമെന്നുള്ളതാണ്. നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലോളം ചെല്ലണമെങ്കിൽ ആത്മാവിലും സത്യത്തിലും നാം ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുമ്പോൾ പ്രിയമുള്ളവരെ ദൈവ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. യു ക്യാൻ സീ ദ മിറക്കിൾ ഓഫ് ഗോഡ്. യു ക്യാൻ സീ ദ ആക്ട്സ് ഓഫ് ഗോഡ്, ഡീഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ. നാം ചിന്തിക്കുന്നത് പോലെ ആരാധിപ്പാൻ നമുക്ക് കഴിയുകയില്ല. പകരം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ സാധിക്കും. നാം ചിന്തിക്കും പോലെ ആരാധിക്കുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന, പകരം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. അങ്ങനെ ആരാധിക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിന് മാറ്റം സംഭവിക്കും. ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു സഭ, ഒരു സമൂഹം ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു തുടങ്ങുമ്പോൾ ആ വ്യക്തിയിൽ മാറ്റം സംഭവിക്കും. ഒരു കുടുംബത്തിന് മാറ്റമുണ്ടാകും, ദേശത്തിന് മാറ്റമുണ്ടാകും, ലോകത്തിന് മാറ്റം സംഭവിക്കും. നമ്മുടെ അവസ്ഥകൾക്ക് മാറും. പ്രിയമുള്ളവരെ, അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. അങ്ങനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിലൂടെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിച്ച് ദൈവത്തിന് സമസ്വഭാവമുള്ള മനുഷ്യരായി തീരുവാൻ, വ്യക്തി ജീവിതത്തിന് ഉടമസ്ഥരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവേ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മാനം, മഹത്വം, സ്തോത്രം യേശുവിന് തരുന്നു കർത്താവേ. വല്ലഭനായ ദൈവമേ, വാക്കുമാറാത്ത ദൈവമേ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. അപ്പ ആഴി മൂഴി നിർമ്മിച്ച ദൈവം കർത്താവേ, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ പ്രവൃത്തി, അങ്ങയുടെ അത്ഭുതങ്ങൾ, അങ്ങ് ഈ ലോകത്തെ പരിപാലിക്കുന്ന വിധം, അതൊക്കെ ഞങ്ങൾ ഓർത്ത് ഹല്ലേലൂയ നന്ദി കർത്താവേ. അങ്ങയുടെ വിശുദ്ധി ഒക്കെ ഓർത്തുകൊണ്ട്, അങ്ങയുടെ സ്നേഹം ദൈവമേ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ ആന്തരിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഞങ്ങളുടെ ആത്മാവ് കൊണ്ടും കർത്താവെ ആരാധിപ്പെട കൃപ നൽകണമേ. സത്യത്തിൽ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. നന്ദി കർത്താവെ. ഈ ചിന്തകൾ കർത്താവ് പങ്കുവയ്ക്കേണ്ട കൃപ ഞങ്ങൾക്ക് നൽകിയല്ലോ. കേട്ട എല്ലാ പേരെയും യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. തുടർന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നതാ എന്ന ആരംഭിക്കുന്ന ഗാനം നമുക്കെല്ലാവർക്കും കരമടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പീഡിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പീഡിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കാര പോക്കി, പാവന നീണം തന്നു പാപത്തിൻ കാര പോക്കി. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വാഗ്ദത്തം പോലെ തന്റെ സന്നിധാനെ നിന്മക്കൾ കൂടിടുമ്പോ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിന്മക്കൾ കൂടിടുമ്പോ, മധ്യ വന്നാനുഗ്രഹം ചെയ്തിടാം എന്നൂര, മധ്യ വന്നാനുഗ്രഹം ചെയ്തിടാം എന്നൂര. ചെയ്തവൻ നീ മാത്രമേ നിന്നെ ഞങ്ങൾ ആരാധിക്കും. മാത്രമേ നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ
ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസ് മർക്കോസിൻ മാളികയിൽ, ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസ് മർക്കോസിൻ മാളികയിൽ, നിന്നാത്മം പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിന്നാത്മം പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിൻ ശക്തിയായി ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. നിൻ ശക്തിയായി ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം. നന്നാവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ അനുഗ്രഹം കാവൽ വാഴ്വ് നിങ്ങളെല്ലാ പേരോടും എന്നും എന്നും സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമീൻ.